പ്രേമഗീതമാ എന്നീശുനാഥാ നീ എൻ പ്രേമഗീതമാ എന്നീശുനാഥാ നീ എൻ എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് കല്ലേലി സെയിൻറ് തോമസ് CSI ചർച്ച് വികാരി റവറൻറ്റ് ഷാജി കെ ജോർജ് അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂർ പുന്നക്കാട് മുക്കത്ത് കാഞ്ഞിക്കൽ വീട്ടിൽ KK ജോർജ് ഏലിയാമ്മ ജോർജ് ദമ്പതികളുടെ മകനായി ജനനം. കോഴഞ്ചേരി സെയിൻറ് തോമസ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും SSLCയും കോഴഞ്ചേരി സെയിൻറ് തോമസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും നേടി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷം ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ നിന്നും BD ബിരുദം കരസ്ഥമാക്കി. കോട്ടയം FFRCയിൽ നിന്നും പുതിയ നിയമത്തിൽ മാസ്റ്റർ ഓഫ് തിയോളജിയും സ്വന്തമാക്കി. 2002 ബിഷപ്പ് തോമസ് സാമുവേൽ തിരുമേനിയിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ജനിച്ചത് പുന്നക്കാട് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ്. എന്നാൽ സഭയെ സംബന്ധിച്ച് വളരെയധികം ഉന്നത നേതൃത്വത്തിലേക്ക് കടന്നു വന്നതായിട്ടുള്ള ആളുകളും ആത്മീകമായ വലിയ പൈതൃകമുള്ളതായിട്ടുള്ളൊരു പ്രദേശമാണ് പുന്നക്കാട്. ഞാൻ എൻ്റെ സഭയിലെ 14ാമത്തെ പുരോഹിതനായിട്ട് ഈ ശുശ്രൂഷയിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ മാർത്തോമാ സഭയിൽ നിന്നും ഓർത്തഡോക്സ് സഭയിൽ നിന്നുമുള്ള വൈദികരും ആ പ്രദേശത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മീകമായ ഒരു നേതൃത്വമുള്ള ഒരു പ്രദേശത്ത് വന്ന് ജനിക്കുവാൻ ദൈവം അനുവദിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എക്യുമെനിക്കലായിട്ടുള്ള ഒരു വലിയ അനുഭവം അവിടെ ഉണ്ടായിരുന്നു. സൺഡേ സ്കൂൾ മാർത്തോമാ സഖ്യവുമായി ചേർന്ന് മാർത്തോമാ യുവജന പ്രസ്ഥാനവുമായി ചേർന്ന് മാർത്തോമാ പള്ളിയിൽ VBS ക്രമീകരിക്കുന്നതിനും അപ്രകാരം മറ്റ് സഭകളിലെ വിശ്വാസത്തെ അറിയുന്നതിനുമൊക്കെ സാധ്യമായി തീർന്നു. എൻ്റെ ശൈശവ പ്രായം മുതൽ തന്നെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ദൈവിക നടത്തിപ്പിൻ്റെ വഴികൾ കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ മാതാപിതാക്കളിൽ 4ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ 3 സഹോദരിമാരായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ മാതാവ് 4ാമത് ഗർഭം ധരിച്ചതായിട്ടുള്ള അവസരത്തിൽ എന്തോ കാരണത്താൽ ആ കുഞ്ഞ് അബോർട്ടഡായിപ്പോയി. അതിനുശേഷമാണ് 4ാമതായിട്ട് ഞാൻ ജനിക്കുന്നത്. എൻ്റെ ബാല്യത്തിൽ തന്നെ എൻ്റെ 6ാമത്തെ മാസത്തിൽ എനിക്ക് മാരകമായിട്ടുള്ള ഒരു രോഗം ബാധിക്കുകയും ആ അവസരത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും കണ്ണുനീരുമാണ് എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. മെഡിക്കൽ സയൻസ് പോലും സാധ്യമല്ല എന്ന് പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ അതിശയകരമായിട്ട് ദൈവം ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഏകദേശം 55 വർഷക്കാലം പിന്നീട് ജീവിക്കുവാനായിട്ടും സാധിച്ചു. തുല്യം ചൊല്ലാൻ ആരുമില്ലേ. പുന്നക്കാട് CSI ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന വന്യപുരോഹിതരുടെ ദൈവിക ശുശ്രൂഷകളിൽ ആകൃഷ്ടനായി വൈദിക വൃത്തി തിരഞ്ഞെടുക്കുവാനുള്ള പ്രേരണ കൗമാരകാലത്ത് തന്നെ മനസ്സിൽ രൂപം കൊണ്ടു. എന്നാൽ കൗമാരകാലത്തെ ദൈവവിളിയോടുള്ള അഭിനിവേശം യൗവനകാലത്തിൽ ആകൃഷ്ടനായ വിപ്ലവ ആശയങ്ങളെ പിന്തുടരുവാനുള്ള മോഹം മനസ്സിൽ സൃഷ്ടിച്ചു. യൗവനകാലത്ത് നിരവധി സാമൂഹിക സാംസ്കാരിക സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി. അവിചാരിതമായി കേട്ട ഒരു സുവിശേഷ പ്രസംഗത്തിൽ നിന്നും തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഇന്നതെന്ന് ബോധ്യമാക്കി വൈദിക പഠനം ആരംഭിച്ചു. ആരാധന ആരാധന ആരാധന
ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശൈശവ പ്രായം മുതൽ തന്നെ ദേവാലയവുമായി വളരെയധികം ബന്ധപ്പെട്ട് പുന്നക്കാട് CSI പള്ളിയുമായിട്ട് ചേർന്ന് ജീവിപ്പാനായിട്ടിടയായി. ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ വേദപുസ്തകം പള്ളിയിൽ അച്ഛന്മാർ പ്രസംഗിക്കുന്നത് കേട്ട് ഭവനത്തിൽ കടന്നു വന്ന് അപ്രകാരം ഒരു ആൾട്ടർ പുൾപിറ്റൊക്കെ ഉണ്ടാക്കി അതിന്മേൽ നിന്ന് പ്രസംഗിക്കുന്നതായിട്ടുള്ള ഓഡിയോ കാസറ്റുകൾ സമീപകാലം വരെ എൻ്റെ മാതാപിതാക്കൾ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ സഭയുമായി ചേർന്ന് ജീവിപ്പാനായിട്ട് പ്രവർത്തിപ്പാനായിട്ടൊക്കെ അവസരം ലഭിച്ചു. എന്നാൽ ഏതൊരു യുവാവിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ യൗവന കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തീവ്രമായിട്ടുള്ള വിപ്ലവ ആശയങ്ങളൊക്കെ മനസ്സിലുണ്ടാകുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ വിളിയോടും എൻ്റെ ദൈവികമായ കാഴ്ചപ്പാടുകളോടുമൊക്കെ വ്യത്യസ്തമായൊരു മുഖം എനിക്ക് ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ആ അവസരത്തിൽ എന്നെ സ്വാധീനിച്ചതായിട്ടുള്ള വളരെയധികം പട്ടക്കാർ പുന്നക്കാട് CSI സഭയിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട IC കുര്യനച്ഛൻ, ബഹുമാനപ്പെട്ട PV വർഗീസ് അച്ഛൻ്റെ ഒക്കെ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചതായിട്ടുള്ള സാക്ഷ്യങ്ങൾ എന്നെ വളരെയധികം സ്പർശിച്ചെങ്കിൽ തന്നെയും വിപ്ലവപരമായ ആശയങ്ങളൊക്കെ മനസ്സിൽ കടന്നു വന്നപ്പോൾ എങ്ങോട്ട് പോകണമെന്നുള്ള വലിയ ഒരു സംശയം മനസ്സിൽ രൂഢമൂലമായി. ആ അവസരത്തിലാണ് മാരാമൺ കൺവെൻഷനിൽ ഞാൻ കോഴഞ്ചേരി ബോയ്സ് സ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലാണ് ഞാൻ എൻ്റെ കോളേജ് പഠനം നടത്തിയത്. അപ്പോൾ മാരാമൺ കൺവെൻഷനിൽ ആ കാലഘട്ടങ്ങളിലെല്ലാം കോളേജ് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് അവിടെ പോകുക പതിവായി. ഒരു പ്രാവശ്യം ഇങ്ങനെ നടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ മാരാമൺ പന്തലിൽ നിന്ന് കോഴഞ്ചേരി പാലത്ത് നിന്ന് കേൾക്കിട്ടതായിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ ശകലം ഇപ്രകാരമായിരുന്നു: നീ നിൻ്റെ വണ്ടിയിൽ രണ്ട് വശത്തും കാളയെ കെട്ടേണ്ടതിന് പകരം അല്ലെങ്കിൽ കുതിരയെ കെട്ടേണ്ടതിന് പകരം ഓരോ സൈഡിലും കൊണ്ട് കെട്ടിയാൽ നിൻ്റെ ജീവിതം സ്റ്റാഗ്നൻ്റായി പോകും, നിനക്കെങ്ങും തന്നെ എത്തിച്ചേരാൻ സാധിക്കില്ല. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുക, എങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ദൈവവചനം, ആ ഒരു വലിയ വചനം എന്നെ വളരെയധികം സ്വാധീനിച്ചു. അന്നു മുതൽ ഞാൻ വളരെയധികം ചിന്തിക്കാൻ തുടങ്ങി. കാരണം ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ശൈശവ പ്രായം മുതൽ തന്നെ മാതാപിതാക്കൾ ആഗ്രഹിച്ചത്, എൻ്റെ സഹോദരിമാർ ആഗ്രഹിച്ചത്, എന്നാൽ ഞാൻ ഈ കാലഘട്ടങ്ങളിൽ റിബലായി നിൽക്കുന്നത് ദൈവഹിതത്തിന് വിരോധമാണ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ ഒരു കാലഘട്ടങ്ങളിൽ MAക്ക് പഠിക്കുവാനായിട്ട് കടന്നുപോയി. പ്രൈവറ്റായിട്ടാണ് ഞാൻ MAക്ക് പഠിക്കാനായിട്ട് പോയത്. ഈ അവസരത്തിലായിരുന്നു വാസ്തവത്തിൽ ഒരു വലിയ റിഫോർമേഷൻ ഉണ്ടാകുന്നതും പൂർണ്ണമായിട്ടും ദൈവ വേലയ്ക്കായി സമർപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. പ്രൈവറ്റായിട്ട് ബാംഗ്ലൂരിലുള്ള യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുകയും അവിടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ചെയ്തു. മധ്യകേരള മഹായിടവകയിൽ നിന്ന് വളരെ കാലഘട്ടങ്ങൾക്ക് ശേഷം അവിടെ സ്കോളർഷിപ്പോടുകൂടി എനിക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ടിടയായി തീർന്നു. അങ്ങനെ 4 വർഷക്കാലം ദൈവിക പഠനത്തിൽ, വചനത്തിൻ്റെ പഠനത്തിൽ മുന്നേറാനായിട്ട് സാധിച്ചു. അതേ തുടർന്ന് കുറേ ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങളുടെ കാരണത്താൽ പട്ടം താമസിച്ചപ്പോൾ മാങ്ങാനം അഗതി മന്ദിരത്തിൽ 1.5 വർഷക്കാലം വാർഡനായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്തു. ഈ അവസരത്തിൽ കണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെട്ടതായിട്ടുള്ള ബഹുമാനപ്പെട്ട KC മാത്യു അച്ഛൻ്റെ ജീവിതവും വളരെയധികം സാക്ഷി നിറഞ്ഞതായിരുന്നു. ഒരു പകൽക്കാലം മുഴുവനും തൻ്റെ അധ്വാനങ്ങൾക്ക് ശേഷം ആണെങ്കിൽ പോലും തൻ്റെ കടമകൾ പൂർണ്ണമായും അന്നത്തെ നിർവഹിക്കാതെ സെക്രട്ടറി സ്ഥാനത്തിരുന്നതായിട്ടുള്ള അച്ഛൻ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. അതെത്ര ബുദ്ധിമുട്ടാണെങ്കിലും എത്ര വൈകിയാണെങ്കിലും തൻ്റെ ജോലികൾ തീർക്കുന്നതിനുള്ള ഒരു വലിയ മനസ്സ് അദ്ദേഹം കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ ജോലിയുടെ തിരക്കുണ്ടെങ്കിലും തന്നെ കാണാൻ കടന്നു വരുന്നതായിട്ടുള്ള ആരെയും അദ്ദേഹം നിരുത്സാഹപ്പെടുത്തിയിരുന്നില്ല. അവരോട് സംസാരിക്കുകയും അതേ അവസരത്തിൽ തന്നെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിർവഹിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള അവസരത്തിലാണ് കോട്ടയത്തുള്ള FFRRCയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ തിയോളജിക്കുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ പഠനം പൂർത്തീകരിച്ച് 2 വർഷം കഴിഞ്ഞതുകൊണ്ടും ഗ്രാമർ
അല്പകാലം കൊണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രാമർ അല്പസമയം കൊണ്ട് മറന്നുപോയതുകൊണ്ടും ഞാൻ തിയോളജിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. എന്നാൽ ബഹുമാനപ്പെട്ട ഗബ്രിയേൽ അച്ഛൻ ഇപ്പോൾ തിരുവനന്തപുരം ഡയസിസിൻ്റെ ഓർത്തഡോക്സ് ബിഷപ്പായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. തിരുമേനി എൻ്റെ ആപ്ലിക്കേഷൻ കണ്ടതിന് ശേഷം എന്നെ മന്ദിരത്തിലേക്ക് വിളിച്ച് എൻ്റെ ആപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് ഞാൻ തിയോളജിക്ക് പോയത്, പുതിയ നിയമത്തിൽ തന്നെ മാസ്റ്റേഴ്സ് എടുക്കണമെന്ന് പറയുകയും അതിന് ആപ്ലിക്കേഷൻ ബഹുമാനപ്പെട്ട തിരുമേനി തന്നെ തിരുത്തുകയും എന്നെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് പഠനത്തിനായിട്ട് നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ ദൈവ നിയോഗം പോലെ തോമസ് സാമുവൽ ബിഷപ്പ് മധ്യകല മഹായിടവയുടെ അധ്യക്ഷനായപ്പോൾ എനിക്ക് മറ്റുള്ള ആളുകളോടൊപ്പം പട്ടം നൽകാൻ തീരുമാനിക്കുകയും അങ്ങനെ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുവാനായിട്ട് സാധിച്ചു. നിരവധിയായ പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും നടുവിലൂടെ ദൈവിക വിളിക്കനുസരിച്ച് തൻ്റെ വിളിയോടും തിരഞ്ഞെടുപ്പിനോടും നീതി പുലർത്തി പൗരോഹിത്യത്തിൻ്റെ വഴികളിൽ ദൈവത്തിനു വേണ്ടി യാത്ര തുടരുകയാണ് റവറൻഡ് ഷാജി കെ ജോർജ് അച്ഛൻ. നിലവിൽ കല്ലേലി സെയിൻറ് തോമസ് CSI ചർച്ച് ഇടവക വികാരി എന്ന നിലയിലും കല്ലേലി തോട്ടം CSI, തവളപ്പാറ CSI എന്നീ സഭകളുടെ ശുശ്രൂഷകനായും റവറൻഡ് ഷാജി കെ ജോർജ് അച്ഛൻ ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പത്തനംതിട്ട ജില്ലാ ട്രഷറർ എന്ന നിലയിലും നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളിലും സജീവമാണ് റവറൻഡ് ഷാജി കെ ജോർജ്. വളരെയധികം പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കൂത്താട്ടുകുള സഭയിൽ 4 വർഷത്തെ കാലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ബോംബെയിലേക്കാണ് കടന്നുപോയത്. പിന്നീട് ഞാൻ കടന്നുപോയത് അറ്റ്ലാന്റയിലേക്കായിരുന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ അറ്റ്ലാന്റയിലും എൻ്റെ വൈഫിന് സാരമായിട്ടുള്ള രോഗം ബാധിക്കുകയുണ്ടായി. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം നിലനിർത്തി, ദൈവം വഴി നടത്തുന്നു. ഈ വലിയ ദൈവകൃപയ്ക്കായിട്ട് ഞാനിപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നടത്തിയ വിധങ്ങളെ ഓർത്താൽ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് സാധ്യമല്ലാതെ വരും. എൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ ദൈവം എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളെയാണ് തന്നത്. മൂത്ത മകൻ ഇപ്പോൾ ഫാം ഡിക്ക് പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു, മൂന്നാമത്തെ ആൾ +2 കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ സാമ്പത്തികമായ ആവശ്യങ്ങൾ പോലും പലപ്പോഴും കൊടുത്തു തീർക്കാൻ പറ്റുമോ എന്നുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും എവിടെ നിന്നെങ്കിലും ദൈവം ഏലിയാവിന് കാക്കയെ കൊണ്ട് അപ്പം കൊടുപ്പിച്ചതുപോലെ ദൈവം എനിക്ക് വഴികളെ ഒരുക്കി തന്നു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഇതെൻ്റെ മാതാപിതാക്കൾ അന്ന് അവരുടെ വിശ്വാസ ജീവിതത്തിൽ ചെയ്തതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ കാലം കഴിഞ്ഞ ശേഷം അത് തിരികെ ലഭിക്കും. പള്ളിയിൽ വരുന്നതായിട്ടുള്ള എല്ലാ പുരോഹിതരോടും അതോടൊപ്പം തന്നെ വീട്ടിൽ കടന്നു വരുന്നതായിട്ടുള്ള എല്ലാ സഞ്ചാര ഉപദേശിമാരോടും വളരെ സൗമ്യമായി പ്രവർത്തിക്കുകയും അവർ വിശന്നു വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ കരുതുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു വലിയ ശീലം ഞാൻ എൻ്റെ മാതാവിൽ കണ്ടിരുന്നു. തീർച്ചയായിട്ടും അന്ന് മാതാവും പിതാവും ചെയ്തതായിട്ടുള്ള ആ ഒരു വലിയ ശുശ്രൂഷയുടെ അനുഭവം ദൈവം പലരിലൂടെ എനിക്ക് നൽകി തരുന്നു എന്നുള്ളത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഞാനിപ്പോൾ കല്ലേലിയുടെ പ്രദേശത്താണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ ഹിതമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ മലയോര കർഷക മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടെയുള്ള സഭയുമായിട്ട്, ഇവിടെയുള്ള ചുറ്റുപാടുള്ള സഭകളുമായിട്ട് ചേർന്ന് പ്രവർത്തിപ്പാൻ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി തരുന്നു. പ്രതികൂലമായൊരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഈ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ വളരെയധികം ഉപദ്രവമുണ്ട്, പുലിയുടെ ബുദ്ധിമുട്ടുണ്ട്, ആന എല്ലാ ദിവസവും ഈ പ്രദേശങ്ങളിൽ കടന്നു വരുന്നു, കുരങ്ങൻ, മയിൽ, അതോടൊപ്പം തന്നെ മലയണ്ണാൻ, മ്ലാവ്, പന്നി തുടങ്ങിയതായിട്ടുള്ള മൃഗങ്ങളുടെ എല്ലാം ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിലും ഈ സഭയിലെ ജനങ്ങൾ വിശ്വാസത്തോടുകൂടി ഇവിടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതും സഭയോടൊന്നിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ
എക്യുമെനിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങളിലും പങ്കാളിയായി തീരുവാനായിട്ട് സാധിച്ചു. കേരള കൗൺസിൽ ഓഫ് ചേർച്ചസ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ ട്രഷറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം പല സോണുകൾ ഇല്ലാതിരുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കുവാനായിട്ടും അതേ അവസരത്തിൽ തന്നെ മുടങ്ങിപ്പോയതായിട്ടുള്ള പലതും റീക്രിയേറ്റ് ചെയ്യാനായിട്ടും പുനരുദ്ധരിക്കാനായിട്ടും സാധിച്ചു. അതോടൊപ്പം തന്നെ നാഷണൽ കൗൺസിൽ ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സോഷ്യൽ സംഘടന, എക്യുമെനിക്കൽ ക്രിസ്ത്യൻ വൈഡർ പ്ലാറ്റ്ഫോമിലുള്ളത്, അത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും അംഗമായി തീരാൻ സാധിക്കുന്നതായിട്ടുള്ള NCMJ എന്ന് പറയുന്നതായിട്ടുള്ള സംഘടനയിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. പൗരോഹിത്യത്തിന്റെ വഴികളിൽ നിരവധി ശുശ്രൂഷകളിൽ സജീവമായിരുന്ന റവറൻഡ് ഷാജി കെ ജോർജ് അച്ഛൻ CSI ഇലന്തൂർ വൈദിക ജില്ലാ യുവജന പ്രസ്ഥാനം കൺവീനർ എന്ന നിലയിൽ നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഭാര്യ ലേയയോടും നിർമ്മൽ, നവീൻ, നമുവേൽ എന്നീ മക്കളോടുമൊപ്പം നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലും സജീവമാണ് റവറൻഡ് ഷാജി കെ ജോർജ് അച്ഛൻ. ഞാനിപ്പോൾ കല്ലേലിത്തോട്ടം, തവളപ്പാറ 2 സഭയുടെയും ചുമതല വഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് യുവാക്കളോട് പറയുവാനായിട്ടുള്ള ഒരു വലിയ സന്ദേശമെന്ന് പറയുന്നത്, നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, നാം മഹത്വത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. സാന്ദർഭികമായി പറയട്ടെ, ദൂരെ നിന്നും അടുത്തു നിന്നും കണ്ടതായിട്ടുള്ള ഒരു പറ്റം യുവതികൾ ഇന്ന് എൻ്റെ ശുശ്രൂഷ കണ്ട് ദൈവ ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുള്ളതെന്നുള്ളതും ചാരിതാർത്ഥത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. നാം ആയിരിക്കുന്നതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവം അനുഗ്രഹങ്ങളെ നൽകി തരും, ദൈവം വഴികൾ തുറന്നു തരും. അതിനായിട്ട് നാം വഴികളെ അന്വേഷിച്ചു പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്നതിന് വേണ്ടി അവൻ്റെ ബലമുള്ള കരയ്ക്കീഴിൽ നമുക്ക് താണിരിപ്പാനായിട്ട് സാധിക്കണം. ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളത്, ദൈവം വഴി നടത്തുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ഈ കാലഘട്ടങ്ങളിൽ വേദന അനുഭവിക്കുന്ന വളരെയധികം ആളുകളെ, പ്രത്യേകിച്ചും ഓർഫനേജുകളിൽ ക്യാൻസർ പേഷ്യൻസിനോട് അല്ലെങ്കിൽ അങ്ങനെ വേദന അനുഭവിക്കുന്ന ആളുകളോട് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മളിലൂടെ ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രതിഫല ഇച്ഛയില്ലാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ദൈവം തീർച്ചയായിട്ടും നമ്മളെ ആക്കേണ്ടതായിട്ടുള്ള സ്ഥലത്ത് ആക്കി തീർക്കും. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. തുല്യം വഴിമാറി ഒഴുകിപ്പോകേണ്ടിയിരുന്ന വൈദിക വൃത്തിയിലേക്ക് ദൈവവിളിക്കനുസരിച്ച് തിരികെ വന്ന് തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഇന്നതെന്ന് മനസ്സിലാക്കി തന്നെ വിളിച്ച ദൈവത്തിനു വേണ്ടി സുവിശേഷത്തിൻ്റെ വയലുകളിൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന കല്ലേലി സെയിൻറ് തോമസ് CSI ഇടവക വികാരി റവറൻഡ് ഷാജി കെ ജോർജ് അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന ആരാധന
അതിൽ